നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഒരാൾ വിളിച്ചു പറയാമെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്ന ആരെങ്കിലും ഒരാൾ ഞാൻ അവർ അങ്ങനെ വിടും. അപ്പോൾ വന്ന സമയത്ത് ഈ സാധനം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തും. അപ്പോൾ അതിന് ശേഷമാണ് വിളിച്ചു പറയാറ്. ഈ വിളിച്ചു പറയുന്ന സമയത്ത് ഇതാണ് എന്താ പറയുക പ്രശ്നം. വരുന്ന സമയത്ത് അവർ നേരത്തെ തന്നെ അറിയും, മാറ്റി അവിടെ നിന്ന് സാധനം മാറ്റി ചെയ്യുന്നത്. പല പ്രാവശ്യം ഇത് തന്നെ ഞാനിപ്പോൾ എന്നിട്ട് ഒരിക്കൽ വീട്ടിൽ പോയി സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സൈസുകാരെ തന്നെ കല്ല് മാറ്റിയിട്ട് അവർ ഓടിയ ഒരു സംഭവമുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം കേസായി എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ഇപ്പോഴും നിലവിൽ ഇപ്പോൾ ഒരു പുതിയ ആൾക്ക് തുടങ്ങിയിട്ടുണ്ട്. പനങ്കാട് ഭാഗത്ത് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ആളിനെയും കുറച്ച് ദിവസം മുമ്പ് ഇതുപോലെ വിളിച്ചു പറഞ്ഞു. വൈകുന്നേരത്ത് വന്നു. വൈകുന്നേരം വരുന്ന സമയത്തും പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ മിഞ്ഞാന്നായിട്ട് മത്തിയിൽ വന്നിട്ടുണ്ടായിരുന്നു, രണ്ട് എക്സൈസുകാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ ഈ ഭാഗത്തൊക്കെയാണ്, പനങ്കാട് ഭാഗത്ത് ഇന്ന വീട്ടിലാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി. പലപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയാനല്ലാതെ കിട്ടുന്നില്ല. പക്ഷെ കിട്ടിയാൽ തന്നെ ചെറിയൊരു ഫൈനാണ്. ആ ഫൈന് അവരടച്ചെന്നുണ്ടെങ്കിലല്ലോ ഒരു 4 കുറ്റി വിറ്റാൽ അതിൽ അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ ജനകീയ കൂട്ടായ്മ രംഗത്ത്. മലമ്പുഴ കാഞ്ഞിരക്കടവ് വാരണി ചിമ്പക്കോട് പ്രദേശത്ത് അനധികൃതമായി മദ്യവിൽപ്പന നടത്തുന്ന സംഘത്തിനെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനകീയ പ്രതിഷേധം. പലതവണ താക്കീത് നൽകിയിട്ടും ഫലമില്ലാത്തതിനെ തുടർന്നാണ് കാഞ്ഞിരക്കടവ് യങ്ങേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ജനകീയ വായനശാല എന്നിവയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ, വീട്ടമ്മമാർ, വിദ്യാർത്ഥികളടക്കം പങ്കെടുത്ത് പ്രതിഷേധം നടത്തിയത്. വാർഡ് മെമ്പർമാരായ ബിനോയ്, നിമേഷ് എന്നിവർ നേതൃത്വം നൽകി. ഒപ്പുശേഖരണവും നടത്തി. എക്സൈസ് പോലീസ് വകുപ്പ് മേധാവികൾക്കും സ്ഥലം MLA, എക്സൈസ് മന്ത്രി, മുഖ്യമന്ത്രി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്കും പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു. വി സജിത് കുമാർ, ടി മണി, CJ ദിലീപ്, R ശശി, റിട്ടയർഡ് എക്സൈസ് ഉദ്യോഗസ്ഥൻ ശ്രീനിവാസൻ, A രാധാകൃഷ്ണൻ, K പ്രമോദ്, വി പ്രമീള, സത്യഭാമ, കോമളം, M വത്സല എന്നിവർ പ്രസംഗിച്ചു. രാജേഷ് അധ്യക്ഷത വഹിച്ചു. 5, 6 വാർഡുകളിലെ 100ഓളം പേർ പങ്കെടുത്തു. രാപ്പകൽ ഭേദമന്യേ അനധികൃതമായ മദ്യവിൽപ്പന മൂലം പ്രദേശത്ത് മദ്യപാന്മാരുടെ ശല്യം വർദ്ധിച്ചിരിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും അവർ പറഞ്ഞു. വിദ്യാർത്ഥിനികൾക്ക് നേരെയും ശല്യം കൂടുന്നതായി സ്ത്രീകൾ ആരോപിച്ചു. ഇത് ചോദിക്കാൻ ചെന്ന വീട്ടമ്മമാരെ രാത്രി വീടിൻ്റെ മുമ്പിൽ ചെന്ന് അസഭ്യം പറയുന്നതായും വീട്ടമ്മമാർ പറഞ്ഞു. മദ്യത്തിന് വീര്യം കൂട്ടാൻ പുകയില ഉൽപ്പന്നങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും ചേർക്കുന്നുണ്ടെന്നും കളിസ്ഥലങ്ങൾ, പറമ്പുകൾ, റെയിൽവേ ട്രാക്ക് പരിസരം എന്നിവിടങ്ങളിലാണ് മദ്യം ഒളിപ്പിച്ച് സൂക്ഷിക്കുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. മദ്യലഹരിയിൽ റെയിൽപാളം മുറിച്ചു കടക്കുമ്പോൾ അപകടമരണം സംഭവിക്കാൻ ഏറെ സാധ്യതയുണ്ടെന്നും എത്രയും വേഗം നടപടിയെടുക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അതേസമയം വീര്യം കൂട്ടാൻ ചേർക്കുന്ന രാസപദാർത്ഥങ്ങൾ കൂടുതലായാൽ ഒരുപക്ഷെ വൻ മദ്യദുരന്തം തന്നെ നമ്മൾ കാണേണ്ടി വരുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കാൻ മുൻകൈയെടുത്തതെന്നും അവർ പറഞ്ഞു. മദ്യലഹരിയിൽ ബോധം നഷ്ടപ്പെട്ടു പോകുന്നവർ പോലും പലപ്പോഴും റെയിൽവേ ട്രാക്കിൽ കിടക്കാറുണ്ട്. നാട്ടുകാർ കണ്ടാണ് അവരെ മാറ്റിക്കിടത്തുന്നത്. ഒരുപക്ഷെ നാട്ടുകാരുടെ ശ്രദ്ധ പറ്റിയില്ലെങ്കിൽ ട്രെയിൻ കയറി അപകടമരണം ഉറപ്പാണെന്നും നാട്ടുകാർ പറയുന്നു. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ കാണാൻ തങ്ങൾക്ക് ശക്തിയില്ലെന്ന് വീട്ടമ്മമാർ കരഞ്ഞു പറയുന്നു. എത്രയും വേഗം അധികൃതരും ജനപ്രതിനിധികളും ഇടപെടേണ്ടതാണ്.